പോകുന്നത് ഒരു ഗ്രാനി സ്ക്വയർ ആണ്. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ഗ്രാനി സ്ക്വയർ ആണ്. ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെയ്റ്റ് 3 യാണാണ്. അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്നത് സൈസ് 3 ആണ്. അപ്പോൾ വെയ്റ്റ് 3 യാണിന് പറ്റിയതാണ് വെയ്റ്റ് സൈസ് 3 എന്ന് പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു മാജിക് സർക്കിൾ എങ്ങനെ എടുക്കാവുന്ന. പലർക്കും ഇത് ഭയങ്കര പാടായിട്ടാണ്, ടഫായിട്ടാണ് തോന്നാറ്. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. തുടക്കത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്കത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശരിയാവുന്നുള്ളൂ. ഞാനിതിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതിയാകും. മാജിക് സർക്കിൾ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് 4 ചെയിൻസ് ആണ്. 4 ചെയിനുകൾ എടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ 4 ചെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ചെയ്യാൻ പോകുന്നത് 4 സെറ്റ് ഓഫ് ഡബിൾ ക്രോഷ്യയാണ്. എന്ന് വെച്ചാൽ ഒരു സെറ്റിൽ 3 ഡബിൾ ക്രോഷ്യ ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ പാറ്റേണിൻ്റെ ബേസ് വരുന്നത്. ഇനി ഡബിൾ ക്രോഷ്യ അറിയാത്തവർക്കായിട്ട് ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്യുക. അത് കഴിഞ്ഞ് ആദ്യത്തെ 2 ചെയിനിലൂടെ നമ്മൾ നൂല് കയറ്റുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 എണ്ണം. അങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ചെയിൻ 2 ചെയ്യുക. എന്നാൽ മാത്രമാണ് അവിടെ ഒരു സ്പേസ് അവിടെ വരുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സെറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ 4 സെറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ സെറ്റിൻ്റെയും ഗ്യാപ്പിലൊരു സ്പേസ് നമുക്ക് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയിൻ 2 ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 4 സെറ്റും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് ചെയിൻ 2 ചെയ്തിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു വള്ളി കാണുന്നില്ല, അവിടെ നമുക്ക് പിടിച്ച് വലിക്കാം. വലിക്കുമ്പോൾ ആ ഒരു സർക്കിൾ ടൈറ്റാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ അടുത്ത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. അതിനായിട്ട് നമ്മൾ അവിടെ കാണുന്ന ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ, ആ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാവുന്നതായിരിക്കും രണ്ടാമത്തത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാം ടോട്ടൽ ഒരു 4 കോർണർ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും.